കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നെയ്യാറ്റിങ്കര ഗോപൻസ്വാമി സമാധിയാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും അൺബോക്സിങ് ചെയ്യേണ്ടായിരുന്നു. അൺബോക്സിങ് ചെയ്തു, പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പല സ്ഥലത്തും ചതവുണ്ട് എന്ന്. എന്തായാലും അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ സമാധി അമ്മച്ചിയും അതുപോലെ 2 മക്കള് അതുപോലെ 2 കോമഡീസും വന്നിട്ട് അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അത് ആദ്യം കണ്ടു നോക്കാം. കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്. അമ്മച്ചി പറഞ്ഞു വരുന്നത് കടിക്കാൻ വരുമ്പോഴേക്കേ കൊതുകിനെ അടിക്കും, എന്നിട്ട് കൊതുക് രക്ഷപ്പെടും. കടിയെല്ലാം ഗോപൻസ്വാമിക്ക്. അങ്ങനെ വന്നതാണ് ചതവ് എന്നാണ് അമ്മച്ചി പറഞ്ഞു വരുന്നത്. എന്തായാലും മക്കളെ ആ കൈയൊക്കെ മുറുകെ പിടിച്ചോ, അല്ലെങ്കിൽ തള്ള എന്തെങ്കിലും പിടിച്ച് പറയൂട്ടാ. ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി നിങ്ങൾ അമ്മച്ചി കൂടുതലൊന്നും പറയാനുണ്ട. മക്കളും അമ്മയും കൂടിയിട്ടേ ആ കല്ലറ പൊളിച്ചില് സമാധിയായിട്ട് ഇരുന്നോ. ഈ തള്ളയുടെ സംസാരത്തില് വലിയൊരു വശപിശക ഉണ്ടല്ലോ. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം, പിന്നെ കൂലിപ്പണി, എന്തുപാടേ തള്ള ഇതിന്റെ ഇടയിൽ ഇടക്കിടക്ക് പറയുന്നുണ്ട് ദിവസം കുളിക്കുന്നു. കുളിക്കുന്നതും ചതവും മുറിയും തമ്മിലുള്ള ബന്ധം എന്താ? ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. കൃത്യമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണുണ്ട്. മാധ്യമപ്രവർത്തകരെ നിങ്ങളെ മണ്ടന്മാരാക്കടേ. തള്ളേനെയും മക്കളെയും പിന്നെ കൂടെ 2 കോമഡീസിന് ഒന്ന് നല്ല ചാമ്പിയലേ എല്ലാം പുറത്തു വരും. ഇനിയും സമയം എടുക്കണ പോലീസേ, വെറുതെ കോമഡീസ് കളിക്കണ.